കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പ്രധാന റോഡുകൾ തകർന്നിട്ട് വർഷങ്ങൾ. ചീരങ്കാവ് ജംഗ്ഷൻ ഉൾപ്പെടെ റോഡ് തകർന്ന് യാത്ര ദുരിതപൂർണ്ണമാണ്. മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാവും. റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും നവീകരിക്കാൻ നടപടിയില്ല. നിരവധി അപകടങ്ങൾ നടക്കുന്ന ജംഗ്ഷനാണ് ചീരങ്കാവ്. ഇതുവഴിയാണ് ESI ആശുപത്രിയിലേക്കുൾപ്പെടെ രോഗികൾ പോകേണ്ടത്. എഞ്ചിനീയറിംഗ് കോളേജ്, സ്കൂളുകൾ, കശുവണ്ടി ഫാക്ടറികൾ, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ചീരങ്കാവ് ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം 40 വർഷം കഴിഞ്ഞു ഈ റോഡിന്റെ സ്ഥിതി ഇങ്ങനായിട്ട്. എങ്ങനെ താറി ചെയ്താലും ശരി തന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് വെട്ടിപ്പൊളിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ 40 വർഷം കൊണ്ട് ഒറ്റ ദിവസം പോലും പൊടി തിന്നാതെ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ജനങ്ങൾ വന്ന് തങ്ങുന്ന ഒരു സ്ഥലമാണ്. ഒരു പൊതു വാട്ടർ ടാപ്പ് കൂടി ഇല്ല. പഞ്ചായത്തുകാർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കില്ല. അവർക്ക് എല്ലാത്തിനും പിരിവാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് സാധനം എടുക്കുന്ന പറയും മാസം തോറും 100 വെച്ച് ഞങ്ങളുടെ നിന്ന് പിരിക്കുന്നുണ്ട്. ഒരു പൊതു ടാപ്പ് ഇവിടെ സ്ഥാപിക്കണമെന്ന് ഒരു 5-6 പിന്നെ പ്രാവശ്യത്തിന് മുമ്പുള്ള മെമ്പർമാരോട് വരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അവരാരും ശ്രദ്ധിച്ചിട്ടില്ല. ഏറെ തിരക്കനുഭവപ്പെടുന്ന ജംഗ്ഷൻ കൂടിയാണിത്. പുത്തൂർ, ഏനാത്ത്, നെടിയവിള, കടമ്പനാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഇതുവഴിയാണ് KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നത്. റോഡിലെ മെറ്റലുകൾ ഇളകിക്കിടക്കുന്നതിനാൽ മിക്കപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട്. ഇതിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ഉൾപ്പെടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.